ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് പിസയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ തന്നെയാണ് നമ്മൾ പിസ്സ ഡോ എങ്ങനെ ഉണ്ടാക്കുന്നത്, അതേപോലെ പിസ്സ സോസ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് ഓയിൽ, ഈസ്റ്റ് വേണം, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് ഷുഗർ, പിന്നെ അല്പം ഒറിഗാനോ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, പിന്നെ കുറച്ച് ഉപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ ഈസ്റ്റിനെ ആക്ടിവേറ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ ഞാൻ 1/4 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കൊണ്ട് നമ്മളുടെ ഈസ്റ്റ് ആക്റ്റീവായി വരും. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് നന്നായി ആക്റ്റീവായി വന്നിട്ടുണ്ട്, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പിസക്കുള്ള ഡോ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല, അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കുഴക്കേണ്ടത്. കുഴക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കുറച്ച് ചേർത്തിട്ട് ചെയ്താൽ മതി. നമ്മുടെ മാവിൻ്റെ ഒരു പരുവെന്ന് പറയേണ്ടത് നന്നായിട്ട് കട്ടിയാവാനും പാടില്ല, എന്നാൽ പറ്റ ലൂസാവാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഇതുപോലെ ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളിത് റെഡിയാക്കണം. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നാലേ നമ്മുടെ ഈസ്റ്റ് ശരിക്കും ആക്റ്റീവ് ആവുള്ളൂ. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമ്മുടെ മാവ് ഒന്ന് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ബൗളിൽ തന്നെ കുറച്ച് വലിയ ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ആക്കിയിട്ട് നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നന്നായിട്ടിത് പൊന്തി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുകളിലായിട്ടൊരു ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മളിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ പിസയുടെ ഡോ നന്നായിട്ട് ഇവിടെ റൈസായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിനെ നന്നായിട്ട് കൂടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഡോനെ നമുക്ക് ഒന്നും കൂടി 1 മിനിറ്റ് നമുക്കൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പിസയുടെ ഡോനെ ഞാൻ 2 ആക്കിയിട്ട് മാറ്റുകയാണ്. 2 പിസക്കുള്ള ഡോ ആക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങളുടെ പിസയുടെ ട്രേ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം എൻ്റെ അധികം വലിയ സൈസിലുള്ള പിസ അല്ല, അതുകൊണ്ട് ചെറിയ സൈസുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ആക്കിയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ 2 റോളാക്കിയിട്ട് ഞാൻ വീണ്ടും ഇതൊരു 10 മിനിറ്റ് ഒന്നും കൂടി ഇതിനെ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലോത്ത് ഇട്ടിട്ട് വെക്കാം ഒരു 10 മിനിറ്റ്. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പിസക്കുള്ള സോസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 1/2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 ഇതള് വെളുത്തുള്ളിയും ഒരു 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി നന്നായി വേവിച്ചെടുക്കരുത്. ഇനി ഇതിൻ്റെ തക്കാളിയുടെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സോസിന് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഓയിലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ നമുക്കിതിൽ ഒരു മുളക് പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള സോസും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരണം. നന്നായിട്ടൊന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്.
പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉപ്പിൻ്റെ എമൗണ്ട് കുറവായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്കൊന്ന് കൂട്ടി ആഡ് ചെയ്തിട്ട് ചേർക്കാം. ഇനി ഇത് കുക്ക് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ മെയിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ താഴെ ഒരു ചുവന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സോസ് ഇവിടെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ ഓഫ് ചെയ്യുന്നുണ്ട് തീ. ഇനി ഞാനിതുപോലെ ഒരു പാനിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ പിസ്സ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് മുകളിലായിട്ട് ഇതുപോലെ റിങ് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പിസ്സയുടെ ഡോ ഇവിടെ റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് നമ്മുടെ പിസ്സ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ആദ്യം എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടൊരു പ്ലേറ്റിൽ ഞാൻ കുറച്ച് മൈദപ്പൊടി വിതറിയതിന് ശേഷം അതിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ മൈദ ഒന്ന് ഇതുപോലെ പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് റൗണ്ടാക്കി പരത്തിയെടുത്തതിന് ശേഷം ഞാനത് നമ്മുടെ ട്രേയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് അതിൽ ഒന്നും കൂടി നമുക്ക് ഡോ റെഡിയാക്കി വെക്കാം. അപ്പോൾ സൈഡിലൊക്കെ ഇതുപോലെ വിരലുകൊണ്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുക. പിന്നെ പറ്റേ സ്ലിമ്മായിട്ടത് ചെയ്തെടുക്കരുത്, കുറച്ചൊരു കട്ടിക്ക് വേണം നമ്മൾ ഡോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും പിസ്സ സോസ് വരുന്ന രീതിയിൽ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ടോപ്പിംഗ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ടോപ്പിംഗ്സിന് വേണ്ടി ഞാനിവിടെ എടുത്തുള്ളത് കോഴിമുട്ടയും ചിക്കനും ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, തക്കാളിയും വല്യുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കാം. അപ്പോൾ ടോപ്പിംഗ്സൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് 2 പിസ്സക്കുള്ളതാണ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് മാവ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ടോപ്പിംഗ്സിനുള്ളത് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ മസാല ചീസ് അല്ല യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ഷോപ്പിലൊന്നും പോകാൻ വയ്യ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ സ്ലൈസ് ചീസസ് ആണ് ഉള്ളത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇത് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതുകൊണ്ടും പിസ്സ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് പീസസ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിത് പീസാക്കിയിട്ട് റെഡിയാക്കുകയാണ്. ഇങ്ങനെ ചീസ് വെച്ചതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു 10 മിനിറ്റിന് ഒരു പാനിന് ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ അത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിലേക്ക് മാറ്റാം. അപ്പോൾ ഇവിടെ നല്ല ചൂടിൽ നിൽക്കുകയാണ്. ഇനി ഇതിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊരു 10 to 15 മിനിറ്റ് അതിനുള്ളിൽ ഇത് റെഡിയാവും. അപ്പോൾ ഇവിടെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. താങ്ക്